ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ രോഹിത്. മക്കളെ, മാത്തമാറ്റിക്സിൽ 9th CBSE ഈ വർഷം നമുക്ക് പഠിക്കാനുള്ളത് നമ്പർ സിസ്റ്റംസിൽ തുടങ്ങി സ്റ്റാറ്റിസ്റ്റിക്സിൽ അവസാനിക്കുന്ന 12 ചാപ്റ്റേഴ്സ് ആണ്. ഈ 12 ചാപ്റ്റേഴ്സിൽ ഭൂരിഭാഗം ചാപ്റ്റേഴ്സിന്റെയും തുടർച്ചയാണ് 10th CBSE ചാപ്റ്റേഴ്സ് വരുന്നത്. അതായത് 9th നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് മുഴുവൻ മാർക്കും വാങ്ങിയിട്ടില്ലെങ്കിൽ 10th CBSE പോലും നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെടുമെന്ന് അർത്ഥം. പക്ഷേ ഒന്നുകൊണ്ടും നിങ്ങൾ പേടിക്കേണ്ട, 8th നിങ്ങളുടെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. ഈ വർഷവും ഞങ്ങൾ എല്ലാവരും തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ഞങ്ങൾ തരുന്ന ക്ലാസ്സസ് ഫോളോ ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചുകൊള്ളുക. ഓക്കെ അല്ലടാ, സെറ്റ് അല്ലേ? സോ മക്കളെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് സൈലം ഒരുക്കിയിട്ടുള്ളതാണ് നിഞ്ച ബാച്ച്. 9th CBSE മക്കൾക്ക് എല്ലാ സബ്ജക്ട്സിനും മുഴുവൻ മാർക്ക് നേടാനായിട്ട് സൈലം ഒരുക്കിയിട്ടുള്ളതാണ് നിഞ്ച ബാച്ച്. ഇനിയും ആരെങ്കിലും നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ കൃത്യമായിട്ട് താഴെ പോകുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യുക. സോ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള നമ്പർ സിസ്റ്റംസിൽ എന്താണ് നമുക്ക് ആദ്യം തന്നെ പഠിക്കാനുള്ളത്? ഈ നമ്പർ സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നമ്പേഴ്സ് നിങ്ങളിപ്പോൾ ഓൾറെഡി കേട്ട് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ. നാച്ചുറൽ നമ്പേഴ്സ്, ഇതൊക്കെ ഒന്ന് നമുക്കൊന്ന് അടിപൊളിയായിട്ടൊന്ന് പഠിച്ചെടുത്താലോ? നോക്കുക എല്ലാവരും. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. നാച്ചുറൽ ആയിട്ട്, അതായത് നമ്മളിപ്പോൾ എണ്ണുമ്പോൾ ഒരു ക്ലാസ്സിലെ കുട്ടികളെ എണ്ണുക. നമ്മൾ നാച്ചുറൽ ആയിട്ട് ഒരു ക്ലാസ്സിലെ കുട്ടികളെ എണ്ണുക 1 2 3 4 5 അല്ലെ. 1 2 3 4 5. ഇപ്പൊ നമ്മുടെ കയ്യിൽ കുറെ ചോക്ലേറ്റ് ഉണ്ട്, നമ്മളത് എണ്ണുക 1 2 3 4. അങ്ങനെ നമ്മൾ കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പേഴ്സ്, 1 സ്റ്റാർട്ട് ചെയ്യുന്ന അങ്ങനെ പോകുന്ന നമ്പേഴ്സ് എവിടത്തെ പോവും? ഇൻഫിനിറ്റി വരെ പോകും അല്ലെ. ആ നമ്പേഴ്സിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുക. റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ശ്രദ്ധിച്ചു വെക്കണം, ക്യാപിറ്റൽ N, ക്യാപിറ്റൽ N. നെക്സ്റ്റ് ഈസ് ഹോൾ നമ്പേഴ്സ്. ഹോൾ നമ്പേഴ്സ് ക്യാപിറ്റൽ W കൊണ്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. നാച്ചുറൽ നമ്പേഴ്സ് ഇല്ലേ, അതിനെ കൂടെ ഒരു സീറോയും കൂടെ ആഡ് ചെയ്താൽ എന്തായി? ഹോൾ നമ്പേഴ്സ് ആയി. ഹോൾ നമ്പേഴ്സ് ആയി. അതായത് 0 1 2 3 4 അങ്ങനെ പോകും, എക്സെട്ര അങ്ങനെ പോകും ഇൻഫിനിറ്റിയിലേക്ക്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഹോൾ നമ്പേഴ്സ് ആണോ? ആണ് അല്ലെ. എല്ലാ നാച്ചുറൽ നമ്പേഴ്സും 1 മുതൽ അങ്ങോട്ടേക്കുള്ള എല്ലാം ഇവിടെ ഉണ്ട് അല്ലെ. നേരെ തിരിച്ച് എല്ലാ ഹോൾ നമ്പേഴ്സും നാച്ചുറൽ നമ്പേഴ്സ് ആണോ? ഒരിക്കലും അല്ല. കാരണം എന്താന്ന് വെച്ചാൽ 0 എന്ന് പറയുന്ന ഒരു ഹോൾ നമ്പർ ആണ്, അത് നാച്ചുറൽ നമ്പേഴ്സിൽ ഇല്ല. അപ്പൊ എല്ലാ ഹോൾ നമ്പേഴ്സും നാച്ചുറൽ നമ്പർ അല്ല, എന്നാൽ എല്ലാ നാച്ചുറൽ നമ്പറും ഹോൾ നമ്പറിലാണ്. ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിന് MCQs ചോദിക്കാം. MCQs ചോദിക്കുക ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഇൻഡിജേഴ്സ്. നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റ് Z അല്ലെങ്കിൽ Z കൊണ്ടാണ് ഈ ഒരു ഇൻഡിജേഴ്സ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയുള്ള നമ്മുടെ ഹോൾ നമ്പേഴ്സ് പറഞ്ഞല്ലോ 0 1 2 3. അതിന് കൂടെ മൈനസ് നമ്പേഴ്സ്, നെഗറ്റീവ് നമ്പേഴ്സും കൂടെ എങ്ങനെ വന്നു വിചാരിക്കാം. അതായത് -1 -2 -3 എവിടെ വരെ പോകും? നെഗറ്റീവ് ഇൻഫിനിറ്റി വരെ, മൈനസ് ഇൻഫിനിറ്റി വരെ. മറ്റേത് പ്ലസ് ഇൻഫിനിറ്റി, പോസിറ്റീവ് ഇൻഫിനിറ്റി, ഇത് നെഗറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക്. ഇങ്ങനെ ഇങ്ങോട്ടും പോകും, നേരെ അങ്ങോട്ടും പോകും. അതായത് ഹോൾ നമ്പേഴ്സിന്റെ കൂടെ നെഗറ്റീവ് നമ്പേഴ്സും കൂടെ വന്നാൽ എന്തായി? ഇൻഡിജേഴ്സ് ആയി. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, എല്ലാ ഹോൾ നമ്പേഴ്സും ഇൻഡിജേഴ്സ് ആണോ? ആണ്. ഇതാ ഹോൾ നമ്പേഴ്സ് മൊത്തം ഇൻഡിജേഴ്സിലുണ്ട്. എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഇൻഡിജേഴ്സ് ആണോ? ഒബ്വിയസ്ലി, കാരണം എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഇതിലുണ്ട്. എന്നാൽ നേരെ തിരിച്ച് എല്ലാ ഇൻഡിജേഴ്സും ഹോൾ നമ്പേഴ്സ് ആണോ? അല്ല. -2 ഒരു ഇൻഡിജർ ആണ്, -2 ഒരിക്കലും പക്ഷെ ഹോൾ നമ്പർ അല്ല. എല്ലാ ഇൻഡിജേഴ്സും നാച്ചുറൽ നമ്പേഴ്സ് ആണോ? ഒരിക്കലും അല്ല. 0 ഒരു ഇൻഡിജർ ആണ്, പക്ഷെ അതെന്തല്ല, ഒരു നാച്ചുറൽ നമ്പർ അല്ല. -2 ഒരു ഇൻഡിജർ ആണ്, പക്ഷെ അതൊരു നാച്ചുറൽ നമ്പർ അല്ല. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ്, കോപ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സ് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. എന്താ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാല്? പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2 3 5 അല്ലെ, 7 അങ്ങനെ പോകുന്ന നമ്പേഴ്സ്. അതായത് അതിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് എന്ത് മാത്രമേ പാടുള്ളൂ? ആ നമ്പറും 1ഉം. അതായത് ഇപ്പൊ 2 ആണെങ്കിലും, അതേപോലെ 3 ആണെങ്കിലും, 5 ആണെങ്കിലും, 7 ആണെങ്കിലും 2ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 1ഉം 2ഉം മാത്രം. ഈ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്നപ്പോ? ആ നമ്പറിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ ഫാക്ടേഴ്സ് എന്ന് വിളിക്കുക. ഇപ്പൊ 2നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 2 നമ്പേഴ്സ് ഉള്ളൂ, ഒന്ന് 1ഉം ഒന്ന് 2ഉം. 1നെ കൊണ്ട് 2നെ കൊണ്ട് 2നെ കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ 3നെ ആണെങ്കിലോ ആ നമ്പറും 1ഉം ആ നമ്പറും. 3നെ കൊണ്ട് 3നെ നമുക്ക് 3നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം കംപ്ലീറ്റ് ആയിട്ട്, 1നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5നെ ആണെങ്കിലോ 1നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 5നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7നെ ആണെങ്കിലോ 1നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 7നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 9നെ ആണെങ്കിലോ 1നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 9നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അത് മാത്രമാണോ? അല്ല, അവിടെ 3നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ 9 ഒരിക്കലും എന്തല്ല, ഒരു പ്രൈം നമ്പർ അല്ല. അപ്പൊ പ്രൈം നമ്പർ എന്താന്ന് മനസ്സിലായല്ലോ? പ്രൈം നമ്പർ എന്ന് പറഞ്ഞാല് 2 ഫാക്ടേഴ്സ് അതിനുണ്ടാവുള്ളൂ. അതായത് ഏതൊക്കെ? 1ഉം ആ നമ്പറും, ബാക്കി ഒരു ഫാക്ടറും ഉണ്ടാവില്ല. അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കുക. ബാക്കിയുള്ളതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോമ്പോസിറ്റ് നമ്പേഴ്സ്. എന്നാൽ ഇതിൽ 1 എന്ന് പറയുന്നത് പ്രൈമും അല്ല കോമ്പോസിറ്റും അല്ല, നെയ്തർ പ്രൈം നോർ കോമ്പോസിറ്റ് ആണ്. അറിയാലോ, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നാൽ പല കുട്ടികൾക്കും ഡൗട്ടുള്ള ഒരു ടോപ്പിക്കാണ്
കോപ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോപ്രൈം നമ്പേഴ്സ് ആർ പെയർസ് ഓഫ് നമ്പേഴ്സ് ദാറ്റ് ഡു നോട്ട് ഹാവ് എനി കോമൺ ഫാക്ടർ അതർ ദാൻ 1. അതായത് കോപ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കുറെ നമ്പർ അല്ല, പെയർ ഓഫ് നമ്പേഴ്സ് ആണ്. ഫോർ എക്സാമ്പിൾ 3ഉം 4ഉം ഈ രണ്ടിനും കൂടെ കോമൺ ആയിട്ടുള്ള ഫാക്ടർ ഏതാ? അതായത് ഈ രണ്ട് നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന, കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമൺ നമ്പർ ഏതാ? 1 മാത്രമല്ലേ ഉള്ളൂ. ഇനി 4ഉം 5ഉം ഈ രണ്ട് നമ്പേഴ്സിനെ കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പർ ഏതാ? 1 മാത്രമേ ഉള്ളൂ. ഇനി 6ഉം 7ഉം ഈ രണ്ട് നമ്പേഴ്സിനെ കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പർ ഏതാ? 1 മാത്രമേ ഉള്ളൂ. ഇനി 9ഉം 13ഉം ഈ രണ്ട് നമ്പേഴ്സിനെ കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പർ ഏതാ? 1 മാത്രമേ ഉള്ളൂ. അതായത് പേഴ്സ് ഓഫ് നമ്പേഴ്സ് എന്ത് കോമൺ ഫാക്ടർ 1 മാത്രമുള്ള, അതായത് കോമൺ ഫാക്ടർ 1 മാത്രം വരുന്ന പേഴ്സ് ഓഫ് നമ്പേഴ്സിനെയാണ് നമ്മൾ കോപ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കുക. ഇതൊന്ന് മനസ്സിൽ വെക്കണേ, നമുക്ക് ആവശ്യം ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് റാഷണൽ നമ്പേഴ്സ്. നമ്മൾ ഈ ചാപ്റ്ററിലെ മെയിൻ പോർഷനിലേക്ക് കടക്കാണ്. എന്താണ് റാഷണൽ നമ്പേഴ്സ്? റാഷണൽ നമ്പേഴ്സ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ Q കൊണ്ടാണ്. ഒരു റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമുക്ക് P/Q അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷൻ പോലെ എഴുതാൻ പറ്റിയത്, ഒരു ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഒരു ഡിനോമിനേറ്റർ, P/Q എന്ന ഫോമിൽ എഴുതാൻ പറ്റിയ നമ്പേഴ്സ് ആണ് റാഷണൽ നമ്പേഴ്സ്. ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല, റാഷണൽ നമ്പേഴ്സിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ മക്കളും ശ്രദ്ധിക്കണം. 3 പോയിന്റ്സ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, P/Q ഫോമിൽ അതിനെ എഴുതാൻ പറ്റുമോ ഇല്ലയോ. അതായത് P/Q ഫോമിൽ ആയിരിക്കണം എന്നില്ല, അത് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ P/Q ഫോമിൽ ആവണം എന്ന് നിർബന്ധമില്ല. പക്ഷേ നമുക്ക് എന്ത് P/Q ഫോമിലേക്ക് അതിനെ മാറ്റാൻ പറ്റിയാൽ സെറ്റാണ്. അതായത് നമുക്ക് തന്നിട്ടുള്ള നമ്പർ അതിനെ P/Q ഫോമിലേക്ക് മാറ്റാൻ പറ്റുമോ? ഓക്കെ, ഒരു കണ്ടീഷൻ സെറ്റായി. ആൻഡ് ഈ P,Q അല്ലെങ്കിൽ ഈ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്തായിരിക്കണം? ഷുഡ് ബി ഇൻഡിജേഴ്സ്. രണ്ടും ഇൻഡിജേഴ്സ് ആയിരിക്കണം, മസ്റ്റ് കണ്ടീഷൻ ആണ്. ആൻഡ് അനദർ കണ്ടീഷൻ ഈസ് ദേർ, Q ഒരിക്കലും 0 ആവാൻ പാടില്ല. Pയും Qയും ഇൻഡിജേഴ്സ് ആയിരിക്കണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പൊ Q 0 ആവാം, 0 എന്ന് പറഞ്ഞ ഒരു ഇൻഡിജർ ആണ്. പക്ഷേ അനദർ കണ്ടീഷൻ, തേർഡ് കണ്ടീഷൻ, Q 0 ആവരുത്. അതായത് 0 ഒഴിച്ച് ഏത് ഇൻഡിജർ വേണമെങ്കിൽ Q ആവാം. ഇത്രയേ ഉള്ളൂ. P/Q ഫോമിൽ ആയിരിക്കണം, അല്ലെങ്കിൽ P/Q ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റണം. Pയും Qയും ഇൻഡിജേഴ്സ് ആയിരിക്കണം. പക്ഷേ എക്സെപ്ഷൻ ഉണ്ട്, Q ഒരിക്കലും 0 ആവരുത്. എന്തുകൊണ്ട്? വൈ ഡു വി ഇൻസിസ്റ്റ് ദാറ്റ് Q നോട്ട് ഈക്വൽ ടു 0? എന്തുകൊണ്ടാണ് നമ്മൾ Q നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്? ഒറ്റ റീസണേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ തരണം. 2 ഡിവൈഡ് ബൈ 0. ഇതിന്റെ ആൻസർ എന്താ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പൊ 12 ഡിവൈഡഡ് ബൈ 3 ആണ്, 4 എന്ന് കിട്ടും അല്ലെ. നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 4 into 3 ചെയ്താൽ 12 കിട്ടണം. ഓക്കെ, അപ്പം 2/0 ആണെങ്കിൽ ചിലർ പറയും 2 ആണെന്ന്. അതിനുശേഷം നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്. 2 into 0 0 അല്ലേ കിട്ടുന്നത്? 2 ആണോ മേലുള്ളത്? 2 അല്ലേ മേലുള്ളത്? അപ്പൊ 2 അല്ല ആൻസർ. ചിലർ പറയും 0 ആണെന്ന്. അപ്പൊ 0 ആണെങ്കിൽ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്. 0 into 0 0 അല്ലേ കിട്ടുന്നത്? പക്ഷെ 2 അല്ലേ ഉള്ളത്. നിങ്ങൾ എത്ര നോക്കിയാലും ഇതിനൊരു ആൻസർ കിട്ടത്തില്ല. അതായത് ഡിനോമിനേറ്ററിൽ 0 വന്നു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ഇല്ല. ദാറ്റ്സ് അൺഡിഫൈൻഡ്. അതിന്റെ ആൻസർ ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരിക്കലും ഫ്രാക്ഷന്റെ അടിയിൽ 0 വരാൻ പാടില്ല. അത് നിങ്ങൾ മുന്നോട്ടേക്ക് പല സിറ്റുവേഷനിലെ പല ഇക്വേഷൻസ് പഠിക്കുമ്പോൾ പല ക്ലാസ്സസിലായിട്ട് നിങ്ങൾ ഈ സാധനം കാണും. അതായത് ഏതൊരു ഇക്വേഷൻ ഉണ്ടെങ്കിലും, ഒരു ഫ്രാക്ഷൻ രീതിയിൽ എഴുതുന്ന ഏതൊരു ഇക്വേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾ അവിടെ ഒരു ബ്രാക്കറ്റിൽ കാണും ഡിനോമിനേറ്റർ നോട്ട് ഈക്വൽ ടു 0. ഡിനോമിനേറ്റർ ഇപ്പോൾ ഇവിടെ Q ആയതുകൊണ്ട് Q നോട്ട് ഈക്വൽ ടു 0 എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? P/Q ഫോമിൽ എഴുതാൻ പറ്റണം. Pയും Qയും ഇൻഡിജേഴ്സ് ആയിരിക്കണം. Q 0 ആവാൻ പാടില്ല. Q നോട്ട് ഈക്വൽ ടു 0. ഇങ്ങനെയുള്ള നമ്പേഴ്സ് ആണ് റാഷണൽ നമ്പേഴ്സ്. ക്ലിയർ ആണല്ലോ? ഫോർ എക്സാമ്പിൾ 2/3 is a rational number, 1/2 is a rational number, 5/6 is a rational number. Set അല്ലേ? നെക്സ്റ്റ്, ആർ 5, 0, -21 എ റാഷണൽ നമ്പേഴ്സ്? 5ഉം 0യും -21 ഒക്കെ റാഷണൽ നമ്പേഴ്സ് ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. മക്കളെ, റാഷണൽ നമ്പേഴ്സിന്റെ ഡെഫിനിഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കാം. P/Q ഫോമിൽ ആയിരിക്കണം എന്നാണോ ഞാൻ പറഞ്ഞത്, അതോ P/Q ഫോമിലേക്ക് മാറ്റാൻ പറ്റണം എന്നാണോ? P/Q ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റണം, അത്രയല്ലേ ഉള്ളൂ. അല്ലാതെ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ P/Q ഫോമിലാവണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോ പറഞ്ഞേ, 5നെ നമുക്ക് P/Q ഫോമിൽ എഴുതാൻ പറ്റുമോ? ഒബ്വിയസ്ലി പറ്റും. കാരണം എന്താ? 5 is equal to 5/1 ആണ്. ഇവിടെ നമ്മുടെ റാഷണൽ നമ്പേഴ്സിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണോ? 5/1 P/Q ഫോം ആണ്. Pയും Qയും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 5ഉം 1ഉം ഇൻഡിജേഴ്സ് ആണ്. ഡിനോമിനേറ്റർ 0 അല്ല, 1 ആണ്. അപ്പോ
റാഷണൽ നമ്പേഴ്സിന്റെ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തു. സോ റാഷണൽ നമ്പർ ആണ് 5. സീറോയോ? സീറോന് എനിക്ക് എങ്ങനെ വേണം എഴുതാം? 0/5 എന്ന് എഴുതാം, 0/1 എന്ന് എഴുതാം, എങ്ങനെ വേണം എഴുതാം. പക്ഷെ സാറ് പറഞ്ഞിട്ടില്ലേ സീറോ ആവരുതെന്ന്. ഞാൻ എവിടെ സീറോ ആവരുതെന്നാ പറഞ്ഞത്? ഡിനോമിനേറ്ററിൽ ക്യൂ p/q എന്ന് എഴുതുമ്പോൾ അടിയിൽ ക്യൂ, ഡിനോമിനേറ്റർ ഷുഡ് നോട്ട് ബി ഈക്വൽ ടു 0 അല്ലെ? അല്ലാതെ ന്യൂമറേറ്റർ ആവുന്നതിന് ഒരു കുഴപ്പമില്ല. സോ 0 എന്ന് പറഞ്ഞാൽ നമുക്ക് 0/5 0/6 എങ്ങനെ വേണം എഴുതാം. അപ്പൊ അതെന്ത് ഫോമിലാണ്? p/q ഫോമിലാണ്. പിയും ക്യൂവും ഇൻഡിജേഴ്സ് ആണ്, ഡിനോമിനേറ്റർ 0 അല്ല, അതുകൊണ്ട് തന്നെ റാഷണൽ ആണ്. ഇനി -21 സെയിം. -21 എനിക്ക് എങ്ങനെ എഴുതാം? -21 ഡിവൈഡഡ് ബൈ 1 എന്ന് എഴുതാം. -21 ഡിവൈഡ് ബൈ 1 എത്രയാ? -21 ആണ്. അപ്പൊ p/q ഫോമിലാണ്, രണ്ടും ഇൻഡിജേഴ്സ് ആണ്, ഡിനോമിനേറ്റർ 0 അല്ല. സോ റാഷണൽ നമ്പേഴ്സ് ആണ് കേട്ടോ 3. സെറ്റ് അല്ലേ? നെക്സ്റ്റ്, the rational numbers also include natural numbers, whole numbers and integers. നമ്മൾക്ക് മനസ്സിലായി. ഇതാ whole numbers വരുന്നുണ്ട്, നാച്ചുറൽ നമ്പേഴ്സ് വരുന്നുണ്ട്, ഇൻഡിജേഴ്സിലെ മൈനസ് നമ്പേഴ്സ് വരുന്നുണ്ട്. അതായത് റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്, പിന്നെ ഇൻഡിജേഴ്സ് ഉണ്ട്, ഹോൾ നമ്പേഴ്സ് ഉണ്ട്, എല്ലാം ഉണ്ട് റാഷണൽ നമ്പേഴ്സിൽ. നെക്സ്റ്റ്, ഇറാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ p/q ഫോമിൽ എഴുതാൻ പറ്റുന്നതാ. അപ്പൊ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാലോ p/q ഫോമിൽ എഴുതാൻ പറ്റാത്തത്. അത്രേ ഉള്ളൂ, p/q ഫോമിൽ എഴുതാൻ പറ്റാത്തത്. ഓക്കെ, എത്ര റാഷണൽ നമ്പേഴ്സ് ഉണ്ട് മക്കളെ? എത്ര റാഷണൽ നമ്പേഴ്സ് ഉണ്ട്? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് റാഷണൽ നമ്പേഴ്സ് ആർ ദർ. അതുപോലെ തന്നെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഇറാഷണൽ നമ്പേഴ്സ് ആർ ദർ. റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും കൗണ്ട്ലെസ് ആണ്, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ആണ്. രണ്ടും കൗണ്ട്ലെസ് ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് റിയൽ നമ്പേഴ്സ്. ഈ റാഷണൽ നമ്പേഴ്സിനെയും ഇറാഷണൽ നമ്പേഴ്സിനെയും ഒരുമിച്ച് അല്ലെങ്കിൽ ഇതിന്റെ കളക്ഷൻ അല്ലെങ്കിൽ ഇതിനെ ഒന്നായിട്ട് വിളിക്കുന്ന പേരാണ് റിയൽ നമ്പേഴ്സ്. ക്ലിയർ ആണോ? ക്യാപിറ്റൽ R കൊണ്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് +1ലും +2ലും വരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് +1ലും +2ലും വരെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. കൃത്യമായിട്ട് പഠിച്ചുകൂടാ. റാഷണൽ നമ്പേഴ്സ്, റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? റാഷണൽ നമ്പേഴ്സ് വരും, ഇറാഷണൽ നമ്പേഴ്സ് വരും, എല്ലാത്തിനെയും കൂടിയാണ് റിയൽ നമ്പേഴ്സ് എന്ന് വിളിക്കുക. എന്നാൽ റാഷണൽ നമ്പേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സിന് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കിയാലോ? √5 ഇറാഷണൽ ആണ്, പിന്നെ എനിക്ക് p/q ഫോമിൽ എഴുതാൻ പറ്റൂല. പിന്നെ √3 ഇറാഷണൽ ആണ്. പിന്നെ 1.015672 എക്സെട്ര ഇറാഷണൽ ആണ്. പിന്നെ പൈ എന്ന് പറഞ്ഞാൽ ഇറാഷണൽ ആണ്. പക്ഷെ പൈന്റെ വാല്യൂ 22/7 ആണ്. അത് റാഷണൽ ആണല്ലോ? യെസ്, 22/7 റാഷണൽ ആണ്. പക്ഷെ പൈ എന്ന് പറഞ്ഞാൽ ഇറാഷണൽ ആണ്. കാരണം പൈന്റെ അപ്രോക്സിമേറ്റഡ് വാല്യൂ മാത്രമാണ് 22/7, എക്സാക്ട് വാല്യൂ അല്ല. അതുകൊണ്ട് തന്നെ പൈ എന്ന് പറയുന്നത് ഇറാഷണൽ ആണ്, 22/7 റാഷണൽ ആണ്. ഓക്കെ, യെസ്. സോ നമ്മൾ റിയൽ നമ്പേഴ്സ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു അല്ലെ? ശ്രദ്ധിക്കാം, ഈ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞ മക്കളെ ഇത്രയേ ഉള്ളൂ. റാഷണൽ നമ്പേഴ്സിനെ അതേപോലെ ഇറാഷണൽ നമ്പേഴ്സിനെ എല്ലാം കൂടെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിയൽ നമ്പേഴ്സ്. ഏതൊരു റിയൽ നമ്പറിനെയും നമുക്ക് നമ്മുടെ നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാൻ പറ്റും. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഏതൊരു റിയൽ നമ്പറിനെയും നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? സോ മക്കളെ, നമ്പർ സിസ്റ്റംസ് എന്ന ചാപ്റ്ററിന്റെ ബേസിക്സ് എന്ന് പറയുന്നതാണ് ഇത്. ഇനി അങ്ങോട്ടേക്ക് ഒരുപാട് ടോപ്പിക്സ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നുണ്ട്. ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായത്, ഏത് ടോപ്പിക്കിന്റെ ക്ലാസ് ആണ് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ളത് എന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോയുടെ അടിയിൽ നിങ്ങൾ കൃത്യമായിട്ട് കമന്റ് ചെയ്യുക. നിങ്ങൾക്കറിയാം, എപ്പോഴും നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് പ്രൊവൈഡ് ചെയ്യാനാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ ശ്രമിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ മക്കൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഏത് ടോപ്പിക്കാണോ ബുദ്ധിമുട്ടുള്ളത് ആ ഒരു ടോപ്പിക്ക് കൃത്യമായിട്ട് കമന്റ് ചെയ്യുക. നമുക്കറിയാം, ഇപ്പോ ഡെസിമൽ എക്സ്പാൻഷൻസ് ഒക്കെ അല്ലെ, ടെർമിനേറ്റിംഗ്, നോൺ ടെർമിനേറ്റിംഗ്, റെക്കറിംഗ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സാധനങ്ങളുണ്ട് അല്ലെ. ഇതിനൊക്കെ കൺവേർട്ട് ചെയ്യുന്നതുണ്ട്, നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാനുണ്ട് അല്ലെ. NCERT ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവുന്ന ടോപ്പിക്സ് ഉണ്ട്. അതൊക്കെ വളരെ എളുപ്പത്തിൽ നമ്മൾ നിഞ്ച ബാച്ചിൽ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിഞ്ച ബാച്ചിൽ ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ കൃത്യമായിട്ട് ജോയിൻ ചെയ്യുക. അതോടൊപ്പം നിങ്ങൾക്ക് യൂട്യൂബിൽ ഈ ഒരു ചാപ്റ്ററിൽ ഏതെങ്കിലും ടോപ്പിക്ക് അത്യാവശ്യം ടഫായിട്ട് തോന്നുന്നുണ്ട്, സാർ ഇതിന്റെ ക്ലാസ് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നുന്ന ടോപ്പിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോയുടെ അടിയിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ടിടുക, നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.